കഴിഞ്ഞ ദിവസം പൈലറ്റ് ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് വീഡിയോ ഇട്ടപ്പം കുറേ പേര് ക്യാബിൻ ക്രൂ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ക്യാബിൻ ക്രൂ ആവാനുള്ള ബേസിക് റിക്വയർമെന്റ്സ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ്. അതായത് 18 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. ഇന്റർനാഷണൽ എയർലൈൻസ് ആണെങ്കിൽ 21 വയസ്സാവണം കേട്ടോ. മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ് കേട്ടോ. +2 ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. +2 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഹൈറ്റ് ക്രൈറ്റീരിയ വന്നിട്ട് എയർലൈൻ ടു എയർലൈൻ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും മിനിമം 155 സെന്റിമീറ്റർ വേണം. ഇന്റർനാഷണൽ എയർലൈൻസ് ആണെങ്കിൽ 160 സെന്റിമീറ്റർ ആണ് ചോദിക്കുന്നത്. ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് ആയിരിക്കണം. അതായത് BMI കറക്റ്റ് ആവണം. വെയിറ്റ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റ് ആവണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഡൊമസ്റ്റിക് എയർലൈൻസിലാണെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കാൻ ഫ്ലുവൻ്റ് ആയിരിക്കണം. ഇന്റർനാഷണൽ എയർലൈൻസ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം മതി. ഏത് സ്കിൻ ടോൺ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ സ്കിന്നൊക്കെ ക്ലിയർ ആയിരിക്കണം. സ്കാർസ്, പിമ്പിൾസ്, പാടുകൾ, ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ ഒന്നും പാടില്ല. പിന്നെ യൂണിഫോം ഇടുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ടാറ്റു, സ്കാർസ്, സെക്കൻഡ് സ്റ്റഡ്, മൂക്കുത്തി ഇതൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് എയർലൈൻ ടു എയർലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏത് എയർലൈൻ ആണോ അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.